ദാ ഈ കാണുന്ന ആൾട്ടോ 2006 മുതൽ 2025 വരെ ഞങ്ങളുടെ ഒപ്പമുള്ള സന്തത സഹചാരിയാണ്. കാലാവധി കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ ഒന്നും തന്നെ നിരത്തിലിറക്കരുതെന്നുള്ള പുതിയ നിയമത്തിന്റെ പ്രകാരം നമ്മൾ വണ്ടി മാറ്റി പുതിയൊരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ചന്ദ്രനഗറിലുള്ള ഹുണ്ടായുടെ ഷോറൂമിലാണുള്ളത്. നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് ഇന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2006 മുതൽ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഊണും ഉറക്കവും വരെ ഞങ്ങളുടെ ആൾട്ടോയിലായിരുന്നു. അതവിടെ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോവുകയാണല്ലോ. വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ രണ്ടുപേരും നാട്ടിലേക്ക് ചെന്നിട്ട് വേണം വണ്ടി എടുക്കാനെന്നുള്ളത് എൻ്റെ അപ്പൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ വന്ന് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവര് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. വളരെ ചെറുപ്പം തൊട്ടേ ചുറ്റുമുള്ളവർക്ക് ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളത് എനിക്കൊരു ശീലമാണ്. അപ്പൊ ഇന്നിവരിക്കുന്നത് അത്രയേറെ ഹാപ്പിയും അതേപോലെ തന്നെ പ്രൗഡ് മൊമെന്റും ആണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും വളരെയധികം പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് കൂടെയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഫേവറേറ്റ് സീസൺ ആണ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഹുണ്ടായിന്ന് തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള നല്ല മധുരമുള്ള കേക്കിന്റെ ഒപ്പം നമ്മൾ ചാവി കൈമാറുകയാണ്. കേക്ക് കട്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ സ്വന്തം അനിയത്തിയും കൂടെയാണ്. അമ്മ ഇന്നും പറയുന്ന ഒരു കാര്യമാണ്, വളരെ ചെറുപ്പത്തിലെ ഞാൻ കാറ് വേണം എന്ന് പറയുമായിരുന്നു പോലും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഏകദേശം ഒരു 13-14 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാർ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരെ നല്ല അംബീഷ്യസ് ആയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി എൻ്റെ അപ്പൻ പുതിയ കാറ് വാങ്ങണം, പുതിയ വീട് വെക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് എൻ്റെ അപ്പൻ ഞങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിരിക്കുകയാണെങ്കിലും അപ്പം നല്ല കുറച്ച് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയും ഈ സ്ഥലം നമുക്ക് വാങ്ങണം, ഇവിടെ ഒരു വീട് വെക്കണം. ശരിക്കും അതൊരു ഹോപ്പാണ്. നമുക്ക് സ്വത്തിനോടോ പണത്തിനോടോ ഉള്ള ആവേശമോ ആർത്തിയോ ഒന്നും അല്ല അത് മീൻ ചെയ്യുന്നത്. പകരം ഒരു ഹോപ്പാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും അപ്പൻ്റെ ഈ ഒരു പറച്ചിൽ കാരണം ഉണ്ടാകാറുണ്ട്. അപ്പനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ വളർന്നു വന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. അപ്പൻ അങ്ങനെ ഇങ്ങനെ ഇന്നും അപ്പൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ പറയാറില്ല. എന്ത് ചെയ്താലും നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. അപ്പൻ എന്ത് കാര്യം പറഞ്ഞാലും അതിനൊന്നും ഞാൻ നോ പറയാറില്ലതാനും. അപ്പോൾ നമ്മുടെ എക്സ്റ്റർ കൂട്ടൻ ഷോറൂമിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. മരുമോൻ തന്നെ വണ്ടി എടുക്കണം എന്നുള്ളതും എൻ്റെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് നമ്മുടെ വണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴയത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി നമ്മുടെ വണ്ടിയിലുള്ള കുറേ അധികം യാത്രകളുണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞത് പഴനിയിലേക്കായിരുന്നു. അതിനുശേഷം നമ്മൾ അട്ടപ്പാടിയിലും കോയമ്പത്തൂരും ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോസ് പിന്നാലെ വരുന്നുണ്ടാവും. നമ്മുടെ പഴയ വണ്ടിയിൽ AC-യോ മ്യൂസിക് സിസ്റ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് AC, മ്യൂസിക് സിസ്റ്റം, സൺറൂഫും ഒക്കെ വേണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം നമ്മളിവിടെ സഫലമാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്